നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിലെ ബാങ്ക് കൊള്ള നടത്തിയത് അന്യസംസ്ഥാനക്കാരെന്ന് കരുതിയവർക്ക് തെറ്റി. നാട്ടിൽ ആഡംബര ജീവിതം നയിച്ചുവെന്ന റിജോയിലേക്ക് ഒരിക്കലും ആരുടെയും സംശയം നീണ്ടിരുന്നില്ല. തമാശകൾ പറഞ്ഞും അയൽക്കാരുമായി കൂട്ടുകൂടിയും സമയം ചെലവഴിച്ചിരുന്നു. കവർച്ചയെക്കുറിച്ച് അയൽക്കാർ ചർച്ച ചെയ്യുമ്പോൾ അതിലും റിജോ സജീവമായി പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിൽ നടത്തിയ കുടുംബയോഗത്തിലും പ്രതി ഇതേക്കുറിച്ച് ചർച്ച നടത്തി. അവൻ ഏതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാകുമെന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള പ്രതികരണം. പ്രതിക്ക് വേണ്ടി പോലീസ് നാടാകെ പരക്കം പായുമ്പോൾ അതിന്റെ വാർത്തകൾ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിൽ കാണുകയായിരുന്നു റിജോ ആന്റണി. ചെറിയ തെളിവുകൾ പോലും ശേഷിപ്പിക്കാതെ നടത്തിയ കവർച്ചയിൽ താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. മങ്കി ക്യാപ്പും അതിനു മുകളിൽ വെച്ച ഹെൽമറ്റും തന്റെ മുഖം കൃത്യമായി മറയ്ക്കുമെന്ന് കരുതി. ഇടയ്ക്ക് വഴിയിൽ വസ്ത്രങ്ങൾ മാറുമ്പോൾ പോലും ഹെൽമറ്റ് മാറ്റിയില്ല. ബാങ്കിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള വീട്ടിലേക്ക് റോഡുകളിലൂടെ മാറി മാറിയാണ് സഞ്ചരിച്ചത്. ഗ്ലൗസ് ധരിച്ചിരുന്നതിനാൽ വിരലടയാളം കിട്ടില്ലെന്ന് വിശ്വസിച്ചു. യാത്രയ്ക്ക് മുൻപ് നീക്കം ചെയ്ത സ്കൂട്ടറിന്റെ കണ്ണാടി ഇടയ്ക്ക് തിരികെ പിടിപ്പിച്ചും ആശയക്കുഴപ്പമുണ്ടാക്കാൻ നോക്കി. ഡിവൈഎസ്പിമാരായ കെ സുമേഷ്, വി കെ രാജു, ചാലക്കുടി ഇൻസ്പെക്ടർ എം കെ സജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്. തുമ്പുകളൊന്നും അവശേഷിപ്പിക്കാതെ നടത്തിയ കവർച്ച എന്ന ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ പ്രതിക്ക് തിരിച്ചടിയായത് മാറ്റാതിരുന്ന ഷൂവിന്റെ അടിയിലെ നിറമാണ് ആളെ തിരിച്ചറിയുന്നതിൽ പ്രധാന വഴിത്തിരിവായത്. 500ഓളം CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. കൃത്യം നടത്തിയ ശേഷം മടക്കയാത്രയ്ക്കിടെ വസ്ത്രങ്ങൾ മാറിയും സ്കൂട്ടറിന്റെ കണ്ണാടി മാറ്റിയും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിൽ പ്രതി വിജയിച്ചെങ്കിലും മാറ്റമില്ലാതെ തുടർന്ന ഷൂ പോലീസിന്റെ കണ്ണിൽ പതിഞ്ഞു. വീട് നിർമ്മിച്ചതിന്റെ ബാധ്യത തീർക്കാനായിരുന്നു മോഷണമെന്ന് പറഞ്ഞ പ്രതി പിന്നീട് ഇത് മാറ്റി പറഞ്ഞു. നന്നായി മദ്യപിക്കുന്നയാളാണെന്നും പോലീസ് പറഞ്ഞു. മോഷണം നടത്തി മടങ്ങുന്നതിനിടെ മോഷ്ടിച്ച പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് 1 ലിറ്റർ മദ്യം വാങ്ങിയാണ് വീട്ടിലെത്തിയത്. മോഷ്ടിച്ച പണത്തിൽ നിന്ന് 2.9 ലക്ഷം രൂപയുടെ കടം വീട്ടിയതായി പ്രതി പോലീസിനോട് പറഞ്ഞു. പണം കിട്ടിയാൽ അറസ്റ്റ് വാർത്തയറിഞ്ഞ് പണം ഡിവൈഎസ്പി ഓഫീസിലെത്തി കൈമാറി. 10 ലക്ഷം രൂപ ബണ്ടിൽ പൊട്ടിക്കാതെ സൂക്ഷിച്ചിരുന്നത് പോലീസ് കണ്ടെടുത്തതായാണ് സൂചന. ബാങ്ക് ജീവനക്കാരെ വിരട്ടാൻ ഉപയോഗിച്ച കറിക്കത്തി വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണെന്ന് പ്രതി പറഞ്ഞു. മോഷണ മുതലിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ റിജോ ആന്റണി നൽകിയത് സഹപാഠിക്ക്. അന്നനാട് സ്വദേശിയായ അയാളിൽ നിന്ന് കടം വാങ്ങിയ പണമാണ് റിജോ തിരികെ നൽകിയതെന്നാണ് വിവരം. റിജോയെ പോലീസ് പിടിച്ചത് കണ്ട് ഞെട്ടിയ സഹപാഠി പണവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. ഇയാൾ സ്റ്റേഷനിലെത്തി പോലീസിന് പണം തിരികെ നൽകി. മോഷണ മുതലാണ് റിജോ തനിക്ക് തന്നതെന്ന് സഹപാഠിക്ക് അറിയില്ലായിരുന്നു. റിജോ പറയുന്ന പല കാര്യങ്ങളും വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളും വ്യാപിപ്പിക്കുമെന്ന് പ്രതി കരുതിയിരുന്നില്ല. ആ ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയത്. പ്രതിയുടെ ചിന്ത ഈ വഴിക്കായിരിക്കുമെന്ന് കരുതി തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് നയിച്ചത്. ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഊടുവഴികളിലുമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. മാത്രമല്ല, മോഷണത്തിനായി അയാൾ ബാങ്കിലേക്ക് എത്തിയ വഴികളിലുള്ള CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. പ്രധാന വഴികളിലെ CCTVകളിൽ നിന്ന് ഒഴിഞ്ഞും പ്രതി സഞ്ചരിച്ച ഊടുവഴികളിലൂടെയായി പിന്നീട് പോലീസിന്റെ അന്വേഷണം. ഈ ഊടുവഴികളിൽ ഉണ്ടായിരുന്ന ചില CCTVകളിൽ പ്രതിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതോടെ പോലീസ് ഊടുവഴികളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. അതോടെ പ്രതിക്ക് പിടിവീഴുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.